നീരജിന് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടോ? ലൈക്ക് വെരി ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്. ദീപ്തിക്ക് ഉണ്ടോ? ഇത്രയുണ്ടെങ്കിലും ഇല്ല, ഐ ഡോണ്ട് തിങ്ക് ഉണ്ടാവില്ല. പരിപാടിക്ക് പോകാൻ ഉണ്ടാവില്ല. ആ എനിക്കില്ല, ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ല. അത് ശരിയാ, അതാണ് ഞങ്ങളുടെ വിഷമം. അത് ശരിയാ. ആ അപ്പൊ ഞങ്ങൾക്ക് അത് ഓരോ എവിടെയാന്ന് കാണുകയില്ല. ഇല്ല, ഉണ്ടെങ്കിൽ അത് ചേരത്തില്ല. അന്നത്തെ ദിവസത്തെ ആ പരിപാടിക്ക് അത് മാച്ച് ആവില്ല. അതെ, കണ്ടോ? അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇത് അടുക്കാനും മടക്കാനും സമയം കിട്ടാത്തത്. പ്രശ്നമാണ് അത്. ഒരു തവണ ഇട്ടത് പിന്നെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എന്താ നീരജിന് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്ത? എനിക്കിപ്പോൾ എനിക്കൊരു പേഴ്സണൽ സ്റ്റൈലിസ്റ്റിനെയും ഒരു എൻ്റെ അസിസ്റ്റൻ്റും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ തുണി മടക്കാൻ ഇവർ സഹായിക്കും. അപ്പം ഞാനിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ക്യാപ്പുകൾ, സ്നീക്കേഴ്സ്, പരിപാടികൾ. ഞാൻ കേട്ടിട്ടുണ്ട്, ആ വഴി വന്നവർ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുറി കാണണം. നമ്മൾ ഈ സിനിമകളിലൊക്കെ ചില മൂവീസിൽ കാണിക്കത്തില്ലേ, പേഴ്സണൽ ആ ഒരു റൂം തുറന്നു കഴിയുമ്പോൾ വാക്ക് ഇൻ വാർഡ്രോബ് പോലെ. അതുപോലെ നീരജിൻ്റെ ഒരു കടയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. രാവിലെ തുറക്കണ ഒരു ലക്ഷറി ബ്രാൻഡിൻ്റെ കട, മൾട്ടി ബ്രാൻഡിൻ്റെ കട. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കളക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമാണ് റെസ്ട്രിക്ഷൻ. അതായത് എടുത്ത സാധനം, നീരജിന്റെ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം, അവിടെ നിന്ന് മാറരുത്, അത് വന്ന് കൊളാക്കരുത്, തൊടരുത്, അത് തൊടരുത്, അത് മാറ്റി വെക്കരുത്, ഡോണ്ട് പുട്ട് ഇറ്റ് വിത്ത് അതർ സ്റ്റഫ്. അങ്ങനെ എൻ്റെ ഒരു മുറിയിൽ മൊത്തം, ഈവൻ ഇഫ് യു സ്ലീപ്പ് ഇൻ ദ സെയിം റൂം, ഓൾ ഓഫ് അവർ ഔട്ട്ഫിറ്റ്സ് ആർ ഇൻ ദി അതർ റൂം. ഈ കഥകൾ പല വീടുകളിലും കേട്ടിട്ടുള്ളതുകൊണ്ട് അവളുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചീരി വരും. അപ്പം കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറയായിരുന്നു, ഇത് എപ്പോഴാണ് ഇതൊക്കെ മടക്കി വെക്കുക. ഞങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇല്ല താനും, ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല താനും. നീരജ്, യു അണ്ടർസ്റ്റാൻഡ്, ഞങ്ങളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് കുറച്ച് OCD ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു റൂമിലുള്ള എൻ്റെ വാർഡ്രോബ്, അതുകൊണ്ട് എൻ്റെ റൂമിൽ അവളുടെ ഒരു തുണി പോലും അവൾ വെക്കില്ല. അവളുടെ തുണി ഫുള്ള് അവൾക്ക് വേറെ റൂം കൊടുത്തിരിക്കുക. സോ her wardrobe is separate and my wardrobe is separate because I want എനിക്ക് എല്ലാ തുണി ഇങ്ങനെ കാണണം, ഇങ്ങനെ വെച്ചിട്ട് കാണണം. അപ്പം ഞാൻ തന്നെ എൻ്റെ തുണി കുറേ സാധനങ്ങളും ഉണ്ട്. അപ്പം പണ്ട് എൻ്റെ കുറച്ച് തുണികളൊക്കെ ഇവളുടെ തുണിയുടെ കൂട്ടത്തിൽ അലക്കി കളറിളകി എൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം. പിന്നെ നീരജിന്റെ സാധനങ്ങൾ ഭയങ്കര കളറ് കുറഞ്ഞതാണല്ലോ, അല്ല കുറഞ്ഞതിൻ്റെ അല്ല, ബട്ട് വേറെ സാധനങ്ങളുടെ കൂടെ ഇളക്കുമ്പം അതിലോട്ട് കളർ പിടിക്കുന്ന നീരജിന്റെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങളാണ്, പ്രോബബ്ലി സം ഓഫ് ദ കോസ്റ്റ്ലി സ്റ്റഫ്. അപ്പം അതിനുശേഷം പറഞ്ഞു, നീ ഇളക്കണ്ട, ഞാൻ തന്നെ ഇളക്കി. ഐ മീൻ നോട്ട് ദാറ്റ് ഐ ആസ്ക് ഹർ ടു വാഷ് ഓർ എനിത്തിങ്. പുള്ളിക്കാരി എല്ലാം കൂടെ എടുത്തങ്ങ് ഇടുന്നതാ. ഇവളെങ്ങനെയാന്ന് വെച്ചാൽ ഇവളെല്ലാം കൂടി ഇട്ടിട്ട് വാഷിംഗ് മെഷീനൊക്കെ സ്റ്റക്ക് ആവുന്ന അത്ര സാധനം ഇടും ഒറ്റയടിക്ക്. നമ്മള് കറണ്ട് സേവ് ചെയ്യണം. ഞാനൊക്കെ ചില സമയത്ത് എൻ്റെ വിട്ടേക്ക്, എൻ്റെ തുണി ഞാൻ ഇളക്കിക്കോളാം. അപ്പം അങ്ങനെയുള്ള ചില പേഴ്സണൽ, അതായത് എനിക്കിങ്ങനെ എൻ്റെ സാധനങ്ങൾ, അപ്പം എൻ്റെ അടുത്ത് പറയും, അങ്ങനെയാണെങ്കിൽ സ്വന്തം ചെയ്തോ, ഓക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ പരിപാടികൾ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഞാൻ ചിലപ്പം മോസ്റ്റ്ലി എന്തെങ്കിലും ഡയറ്റിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഡയറ്റ് ഫുഡായിരിക്കും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പം അങ്ങനെ ഒരു കുക്കിംഗ് കൾച്ചർ ഒന്നും, ഐ മീൻ വീട്ടിൽ ഫുഡ് വെക്കും കേട്ടോ, അല്ല അത് അവർ കഴിക്കാൻ. ഇത് മൊത്തം കൊള്ളാലോ നീരജ്, അടിപൊളി. കൂടെ ഒരാളുണ്ട് താനും, എന്നാ വലിയ ശല്യമില്ല, സ്വന്തം തുണി കഴുകുന്നു, സ്വന്തമായിട്ട് കുക്കിങ്ങിന്റെ കാര്യങ്ങൾ നോക്കണം. കൊതിയ അല്ലോട്ടെ, എൻ്റെ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്, അതിപ്പോൾ അവൾക്കായിരിക്കും കൂടുതൽ അറിയാം പറയുള്ളൂ. അത് പക്ഷെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, വലിയ തെറ്റില്ല.